നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് നമുക്ക് ദേശവിളക്ക്. അപ്പോൾ ദേശവിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം എൻ്റെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ സീരിയസ്ലി ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്. കാണുമ്പോഴത്തേക്കും അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണോ ചെയ്തോളൂ. അപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർഡ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കുറച്ച് മുമ്പാണ് ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള സംഭവം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ഇതാണ്, ഞാനത് വായിക്കാം. നന്ദഗോവിന്ദം ഭജൻസിനെ ഇഷ്ടമുള്ളവരായിരിക്കും. അത് മതജാതി വർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാവർക്കും അവരുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുത്. പറഞ്ഞത് KP ശശികലയാണ്. ഓക്കെ, ക്ഷേത്രോത്സവത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചു നന്ദഗോവിന്ദം ഭജൻസിനെതിരെ വിമർശനവുമായി KP ശശികല. അവരെ ഒരു ഹിന്ദു മതത്തിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ അങ്ങനെ എന്തോ എൻ്റെ ടോപ്പിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിനെ അങ്ങനെ അതാണ് വിമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് സംഭവം എന്താണെന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ അത് ഈ നന്ദഗോവിന്ദം ഭജൻസ് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടൊരു പാട്ടുണ്ട്, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ. ശ്രുതി സംഗീതമാണ്, ഇതൊക്കെ സംഗീതമാണ്. ഇതിനെ മതത്തിനെയോ ജാതിയുടെയോ മറ്റെന്തെങ്കിലും വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വയ്ക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ആസ്വദിക്കട്ടെ. നമ്മൾ സംഗീതത്തിലൂടെ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും സംഗീതത്തിൻ്റെ പേര് സ്പർദ്ധ ഉണ്ടാക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്. കാണുമ്പോഴത്തേക്കും അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണോ ചെയ്തോളൂ. അപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. അദ്ദേഹം എത്ര വളരെ ഇതാണ് കേരളം. ഇങ്ങോട്ട് നോക്ക്, മുടി വരെ എണീറ്റിരിക്കുന്നു. സീരിയസ്ലി ഇതാണ് കേരളം. ഇവിടെ നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സാഹോദര്യത്തോടെ നടക്കുന്ന ഒരു നാടിനെ അതിനകത്ത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെ അവൻ ഇതാണ്, ഇവൻ അതാണ്, അവൾ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്പർദ്ധയിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ എന്തുമാത്രം ഒരു അരാജകത്വത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോവും. ഇത് സംഗീതത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് നമുക്ക് ദേശവിളക്ക്. അപ്പോൾ ദേശവിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം എൻ്റെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ സീരിയസ്ലി എന്തൊരു ഹംബിൾ പേഴ്സണാലിറ്റി. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് അതീതമായിട്ട് അവരുടെ ആ ഒരു ഐഡിയോളജി ചിന്തിക്കുക. അവിടെ മ്യൂസിക്കാണ് അവരുടെ ഒരു വർഷിപ്പ്, ഒരു ലോഡ്, ഒരു ദൈവത്തിനോടൊരു വർഷിപ്പ് തന്നെയാണ് ഭജൻസ് ഒക്കെ. അതിനകത്ത് നമ്മളൊരു രാഗസാഗരത്തിൽ നീരാടുന്നത് പോലത്തെ ഒരു സംഭവമാണല്ലേ. രാഗസുധാരസ പാനമോചേസി അല്ലേ. അപ്പം ആ ഒരു രാഗസാഗരത്തിനകത്ത് അലിയിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത്രയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും അവിടെ മനസ്സിനകത്ത് വേറൊരു തരത്തിലുള്ള കാലുഷ്യമോ മറ്റു വ്യക്തികളോട് വല്ല സ്പർദ്ധയോ ഒന്നും ഉണ്ടാവത്തില്ല. അവർ എന്തിനാണ് അഭ്യസിക്കുന്നത്? അവർ മ്യൂസിക്കിനെ, സംഗീതത്തിനാണ് അഭ്യസിക്കുന്നത്.
ശ്രുതിയമ്മ, ലയമച്ഛൻ, ഇതൊക്കെ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഗീതമാണ്. അതിനകത്ത് അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പം തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ, അവിടെയാണ് ആ പള്ളിയുടെ സ്കൂളിലാണ് പഠിച്ചത്. നല്ലൊരു സാഹോദര്യത്തിൻ്റെ ഒരു ഹാർമണി, ഒരു മതനിരപേക്ഷമായ ഒരു മനസ്ഥിതി, അവിടെ എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന നന്ദഗോവിന്ദത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അതിനെല്ലാം സംവിധാനം ചെയ്ത് കൊടുത്ത പള്ളിയെക്കുറിച്ച് പറയുന്നു. ആ ഒരു സംഭവത്തിൽ പറയുന്നൊരു കാര്യമാണ് മതസാഹോദര്യം എന്ന് പറയുന്നത് പലർക്കും പല പ്രശ്നമാണ്, കല്ലുകടിയാണ്, കണ്ണുകടിയാണെന്ന് പറയുന്നത് പുള്ളി പറയുന്നു. സത്യമല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഗീയത. ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലും വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? ഇത്രയും സൗകര്യം ചെയ്തു തന്ന അവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാമെന്ന് ഓഡിയൻസിനോട് ചോദിക്കുമ്പോൾ ഇനി അടുത്ത് കണ്ടു നോക്ക്. കണ്ടോ? ഐഡിയ ഉണ്ടോ? മനോഹരമായിരിക്കുന്നു. രോമാഞ്ചം കൊണ്ട് മൂടി ശരീരം മുഴുവൻ. എനിക്കങ്ങനെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിനകത്ത് അത് പരമാവധി ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ആ ആസ്വാദനത്തിൽ എനിക്ക് അതിൻ്റെ ഒരു സുഖം വേറെ തരത്തിലാണ്. ഓക്കെ, അത് പറഞ്ഞറിയിക്കാനില്ല. നിങ്ങൾക്കും അറിയാം, നിങ്ങൾ മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കമൻറ്റ് നോക്കുക. ഇതാണ് കേരളം, നമ്മൾ ഇങ്ങനെയാണ്, ഒന്നിനും വ്യത്യാസം കാണാത്ത നമ്മുടെ നാട്. ആൾക്കാരുടെ കമൻറ്റാണ് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇഷ്ടമെന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. അതിനകത്ത് മുഴുവൻ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ. ശശികല വിഷം തുപ്പി എന്ന് കേട്ടു. ദ റിയൽ കേരള സ്റ്റോറി. സീരിയസ്ലി നമ്മളെല്ലാവരും മനുഷ്യരാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഗ്രേറ്റ് ഐസ് ഏജ് കാലഘട്ടം കടന്ന് അതിൽ വളരെ ചുരുങ്ങിയ 1000-ൽ താഴെയുള്ള മനുഷ്യന്മാർ ഈ ആഫ്രിക്കൻ ആ ഒരു ഭാഗത്ത് അവർ സർവൈവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ പല നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ ഈ ഭൂമിയുടെ പല സ്ഥലങ്ങളിലേക്ക് പല കാലഘട്ടത്തിൽ സഞ്ചരിച്ചെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാനും അടങ്ങുന്ന എല്ലാ ആൾക്കാരും ഉള്ളത്. വന്നത് ഇതെല്ലാം ഒരു പൊതു പൂർവികരിൽ നിന്നാണ്. മനസ്സിലാക്കണം, ഒരമ്മ പെറ്റ മക്കളിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളുണ്ടാക്കിയതാണ് മതങ്ങൾ. ഇതിന് മുമ്പ് മതങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിനു മുമ്പും മതങ്ങൾ ഉണ്ടായിരുന്നു, അതിനെക്കാട്ടിലും മുമ്പ് മതങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രകൃതിയെ എല്ലാം ഭയന്നും ഈ ജീവജാലങ്ങളെ ക്രൂരമായ വേട്ടമൃഗങ്ങളുടെ ഇടയിലൊക്കെ ജീവിച്ച് വന്നവരാണ് നമ്മുടെ പൂർവികർ. അതിൽ നിന്ന് ഇങ്ങോട്ട് വന്ന നമ്മൾ ഇന്ന് മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുന്നു, അടികൂടുന്നു. നമ്മൾ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാകുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സ്പീഷീസ് ഏതാ, നമ്മുടെ റേസ് ഏതാ? ഹോമോസാപ്പിയൻസാ. മറ്റുള്ള മൃഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ നമ്മളാരാ? ഹോമോസാപ്പിയൻസാ അല്ലേ? ഒരു ജീവിവർഗമാണ്. അറിയില്ല, ഇത് ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷയുള്ളത് അടുത്ത തലമുറയിലാണ്. അവരിത് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ഉറപ്പിച്ച് പറയാം. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഹാപ്പൻസ് ടു ഓൺലി ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ്, ചർച്ച് ആൻഡ് ടെമ്പിൾ. ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ പാട്ട് അവിടെ പാടിയത്. ഇപ്പം ഞാനൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഉറക്കം എണീക്കുന്ന സമയത്ത് കേൾക്കുന്നത് ഇപ്പോൾ അമ്പലത്തിലെ പാട്ട് കൗസല്യ സുപ്രജ എന്നുള്ള സംഭവം, ആ ഒരു സംഭവം നമ്മൾ കേൾക്കുമല്ലോ, സുബ്ബലക്ഷ്മി അമ്മയുടെ ആ ഒരു പാട്ട്. അതിനുശേഷം നമ്മൾ കേൾക്കുന്നത് തൊട്ടപ്പുറത്തെ പള്ളിയിലെ പാട്ടാണ്. ഏതാണ് പാട്ടും? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ, അല്ലേ? വേറൊരു പാട്ടുണ്ട്, നായക ജീവദായക യേശുവേ സ്നേഹഗായക. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളംകാലിൻ്റെ ഇങ്ങോട്ട് എനിക്ക് ഇത് രോമം ഇങ്ങനെ എണീറ്റ് വരിക. കാരണം ഈ പാട്ട് ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുള്ളതാണ്. ഞാൻ പള്ളിയിൽ പാടിയിട്ടുണ്ട്, മറ്റ് പല വേദികളിൽ ഞാൻ പാടിയിട്ടുണ്ട്. ബലിയായി തിരുമുമ്പിൽ നൽകാം, ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയൻ്റെ അനുതാപഗാനം, അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം.
ഈടയൻ അല്ലേ, എന്ത് രസമാണ്. ഇതൊക്കെ സംഗീതമാണ്, ഇതൊക്കെ പാട്ടാണ്. അതിനെ ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും വൈരാഗ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടത്തിൽ, നിങ്ങൾക്ക് എല്ലാതെ കേട്ട പാട്ടുകളല്ലേ ഇതൊക്കെ. പിന്നെ ഇന്നലെയും കൂടെ കേട്ടൊരു പാട്ടാണ്, ഈശ്വരനെ തേടി ഞാൻ നടന്നു നടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഒരുപാട് ചിന്തിക്കാൻ, ഒരുപാട് ഇതിനകത്തൊക്കെ ഗ്രഹിക്കാനൊക്കെ ഉണ്ട്. ഏതൊരു അച്ഛൻ എഴുതിയ പാട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് നാളുടെ മുമ്പ് ഇൻ്റർവ്യൂ എന്തോ ഒരു സാധനം ആർട്ടിക്കിലൂടെ ഞാൻ വായിക്കാനിടയായി. ഇതൊക്കെ ഒരുപാട് നല്ല മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് മതങ്ങൾ വെച്ചിട്ടല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കാണുകയും സംഭാഷണം നടത്തുകയും ജീവിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനൊരു മുസ്ലിമിൻ്റെ കടയിൽ വെള്ളറുടെ ജംഗ്ഷനിൽ, ഇന്ന് നിങ്ങൾ വെള്ളറുടെ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു NA സാഹിബിൻ്റെ ഒരു സ്റ്റോറുണ്ട് അവിടെ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ മകനാണ് സിറാജുദ്ദീൻ എന്ന് പറഞ്ഞു. ഓക്കെ, സിറാജ് ആക്ക. ഞാൻ ആ കടയിൽ എത്രയോ വർഷം ജോലി ചെയ്തിട്ട് ഞാൻ അവിടെ ചുമടെടുത്തും സാധനങ്ങൾ പൊതിഞ്ഞു കൊടുത്തും ആ ഓട്ടോസ്റ്റൻ്റെ അടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ ഒരുപാട് വർഷം ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം, +2 വിദ്യാഭ്യാസമൊക്കെ അവിടെയാണ് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഇതുപോലെ എത്രയോ മനുഷ്യന്മാർ, എത്രയോ ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ജീവിച്ച് വരുന്നവരാണ് നമ്മളൊക്കെ. ദുബായിൽ ഒന്നുമില്ലാതെ, ജോലിയുമില്ലാതെ, ഒരു തണ്ടി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ ഒരു കുറച്ച് അധികം ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നെ അവിടെ നിന്ന് സഹായിക്കുന്നത്. ഇതൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് നമ്മൾ മനുഷ്യരായതുകൊണ്ടില്ലേ അവർ ചെയ്യുന്നത്. അവർ മതം വെച്ചിട്ടാണ്. ഒരു ഹിന്ദുവായി എന്നെ സഹായിക്കേണ്ട കാര്യം അവർക്കെന്താ? അവരങ്ങനെ ചിന്തിച്ചോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്തിനാണ് മതം കൊണ്ടുവരുന്നത്? ഇവിടെ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന വളരെയധികം മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ പേരിലും കൊണ്ട് എന്തിനാണ് ഈ വർഗീയത കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത്? ഓക്കെ, സംഭവം ഇതാണ്. ഇനി അതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സ് നോക്കാം. അപ്പുറത്തെ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഭ്രാന്താന്ന് പറയുന്നു, പത്തി പടർത്തുന്നുണ്ട്, ചിലക്കാതെ മൂലയ്ക്കിരിക്കുക, അമ്പലത്തിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. സത്യം എന്ന് പറയുന്നു. കേരളത്തിൽ വിഷപ്പാമ്പുകളുടെ ശല്യം രൂക്ഷമാണ്. ഇത്രയ്ക്കും വിഷം രാജവെമ്പാരുടെ ഓക്കെ. പള്ളികളിൽ ഹിന്ദു ഗാനമേളകൾ പാടുന്നുണ്ട്. ഒരാളുടെയും ഒരു സാധനവും പൊട്ടി വീണിട്ടില്ല. ശശികല പാൽപ്പായസം നല്ലതാണ്. ഓക്കെ, ഇതിൽ ഞാൻ ശശികലയ്ക്കൊപ്പം ഹിന്ദു വിശ്വാസത്തെയും അന്തസ്സിനെ എഴുത്തുന്ന ഏർപ്പാടാണിത്. സ്വന്തം മതവിശ്വാസത്തിൻ്റെ അന്തസ്സിനെ കുറച്ചിട്ടില്ല മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ശശികലയ്ക്ക് പുള്ളിക്കാരത്തേക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ കുറേ അധികം കാര്യം. ഗായകൻ യേശുദാസ് പാടിയ പാട്ട് ഹിന്ദു ഭക്തിഗാനങ്ങളുണ്ട്. ഒരുപാട് ഹിന്ദു ഭക്തിഗാനങ്ങളുണ്ട്. അത് കേൾക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഈ ദാസേട്ടൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇപ്പം ദാസേട്ടൻ്റെ നമുക്ക് ഗാനഗന്ധർവൻ എന്നാണ് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊരു നമുക്ക് വേറെ ഒരു എതിർപ്പൊന്നുമില്ല അല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് ഗാനഗന്ധർവനെ നമ്മൾ ഇത്രയും അധികം ആരാധിക്കുന്നത് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. കുറച്ച് കാലത്തിന് മുമ്പെങ്കിലും ശബരിമല ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ള ഞാൻ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ശബരിമലയിൽ നമ്മൾ കയറുന്ന സമയത്ത് മരക്കൂട്ടം മുതൽ അങ്ങോട്ടുള്ള ആ സമയങ്ങളിലുള്ള തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് ഈ നമ്മുടെ രാത്രി നട അടയ്ക്കുന്ന സമയത്ത് നമ്മളവിടെ പോകുന്ന സമയത്ത് ഒരു ഇല അനങ്ങാത്ത രീതിയിൽ ഒരു ശബ്ദം വരും. ഗാംഭീര്യത്തോടുകൂടി ആ ഒരു ശബ്ദം ഇങ്ങനെ വരും, പഞ്ചാദ്രീശ്വരി മംഗളം ഹരിഹര, ഇങ്ങനെ പോകും. ഇതൊക്കെ പറയാന്ന് വെച്ചാൽ ഞാൻ സീരിയസ്ലി പറയാം, ഇതൊക്കെ എനിക്ക് രോമാഞ്ചം കൊണ്ട് നിറയുകയാണ്. കാരണം അവിടെ ആ ഒരു അവസ്ഥ അനുഭവിക്കുന്ന എല്ലാവരുടെ മനസ്സിനകത്ത് ഭക്തി നൽകിയതാരാ? അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹരിവരാസനം തന്നെയല്ലേ. എത്രയോ ആൾക്കാർ ഹരിവരാസനം പാടിയിട്ടുണ്ട്. അതിന് ശേഷം ഏതെങ്കിലും ഹരിവരാസനത്തിന്, ദാസേട്ടൻ്റെ ഹരിവരാസനത്തിന് അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കെങ്കിലും എത്താൻ പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ മതമാണോ? അദ്ദേഹത്തിൻ്റെ ശാരീരം അഥവാ സംഗീതം അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ദാസേട്ടൻ ഇന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാത്തൊരു മനുഷ്യനാണ്. നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹം പാടിയ പാട്ടുകളാണ് നമ്മളിപ്പം ഇവർ പോലും പാടുന്നത്. ശംഖുമില്ല കുഴലുമില്ല, അതുപോലെ ഒരു നേരമേ, ആ ഒരു വേദനയോടുകൂടി ചിന്തിച്ചു നോക്കും ഈ പാട്ട്. അതായത് ദാസേട്ടൻ എന്ന് വരെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയല്ലോ, ദാസേട്ടൻ്റെ ഗുരു, അദ്ദേഹത്തിനോടൊപ്പം തന്നെ അവിടെ പേര് നാവിൻ്റെ തുമ്പത്താണ്, വരുന്നില്ല. ഓക്കെ, അവിടെ ഇരുന്ന് കച്ചേരിയൊക്കെ നടത്തിയിട്ടുണ്ട്. കൂടെ എത്തി കച്ചേരി നടത്താൻ അവരെ എല്ലാവരും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, നീ ഇരുന്ന് പാട്, എൻ്റെ കൂടെ ഇരുന്ന് പാടെന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അറിയുന്നവർ കമൻറ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഈ കേറാത്ത ദാസേട്ടൻ. ചിന്തിച്ചു നോക്കൂ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നാണ് ഈ പാട്ട്. അദ്ദേഹത്തിന് ഉൾക്കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം,
ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഇത് ഭക്തിയിൽ ഇങ്ങനെ മുഴുകുന്നതാണ് ഇതൊക്കെ. അതിൽ മതമില്ല, ജാതിയില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല, ഒന്നും പറയാനില്ല എനിക്ക്. സോ ഇതിനകത്ത് മതം കൊണ്ടുവരുന്നെങ്കിൽ ഒന്നും പറയാനില്ലേ, അവരോടൊക്കെ ഈ തരത്തിലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ഒന്നും പറയാനില്ല. ഇതിന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും അഭിപ്രായം അങ്ങനെ തന്നെ പറയാം. എന്നെ തെറി പറയാൻ നിങ്ങൾക്ക് കാണുന്നത് അതിൽ താല്പര്യമെങ്കിൽ അങ്ങനെയും പറയാം. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം, ആ മനുഷ്യന്മാർ പാടിയ പാട്ടുകൾ, ആ ഒരു സംഗീത സാഗരം തീർക്കുന്ന ആ ഒരു അത് നന്നായിട്ട് തന്നെ പോട്ടെ, ആ പ്രക്രിയ തുടരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അതിന് ആശംസിക്കാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു എളിയ സംഗീത വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇത് സംഗീതത്തിനെ ഉപാസിക്കുന്ന മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സ്പർദ്ധ ഒട്ടും ഗുണകരമല്ല എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.